റൊമേറോയെ പോലെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഒറ്റമെൻഡിയെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ഡിഫൻഡേഴ്സ് ടീമിലുള്ളപ്പോൾ സ്കലോണിക്ക് അല്പം ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും മികച്ച ടീമാണ്. പിന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ മറ്റാരുമല്ല, ലയണൽ മെസ്സിയുണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീന ഒരു തുടർച്ചയായ രണ്ടാം കിരീടം നേടുമോ എന്നൊരു ആവേശത്തിലാണ് ആരാധകർ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് PC സൈഫുദ്ദീൻ കൂടെ ചേരുന്നുണ്ട്. സൈഫുദ്ദീൻ ഇല്ലാതെ എന്താ അർജന്റീന എന്ന് ചോദിക്കുന്നവരോടാണ്. സൈഫുദ്ദീനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. സൈഫു, ഈ ഒരു സ്ക്വാഡ് നമ്മൾ കണ്ടു. 26 അംഗ ടീമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ 17 പേര് കഴിഞ്ഞ മത്സരത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ലോകകപ്പിൽ ഉണ്ടായിരുന്ന അതേ താരങ്ങളാണ്. അപ്പോൾ ആ ഒരു സന്തുലിത അല്ലെങ്കിൽ ആ ഒരു മധ്യനിരയിലൊക്കെ മെക്കാലിസ്റ്ററിനെ പോലെ റോഡ്രിഗോ ഡീപോളിനെ പോലുള്ള താരങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോഴുള്ള ആ സന്തുലിത ഈ ലോകകപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ആ ടീമിനെ കഴിഞ്ഞ ലോകകപ്പിലെ ടീമിൽ നിന്നും ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ ആ ടീമിൽ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നോക്കൂ ഹരി, ഈ ടീമിനെ കുറിച്ചുള്ള എൻ്റെ 3 ആശങ്കകളും 2 പ്രതീക്ഷകളും ഞാൻ പങ്കുവെക്കാം. ആദ്യത്തേത് 2022 ടീമുമായുള്ള താരതമ്യമാണ്. അത് ഒരു നിർണായക സന്ധിയിലായിരുന്നു ആ ടീം കളിക്കാൻ ഇറങ്ങിയത്. പ്രത്യേകിച്ചും ലയണൽ മെസ്സി അയാളുടെ അവസാനത്തെ ലോകകപ്പ് കളിക്കുന്നു. ഒരു ലോകകപ്പ് കിരീടമില്ലാതെ ഇതിഹാസമായ ലയണൽ മെസ്സി ഫുട്ബോളിന്റെ കരിയർ അവസാനിപ്പിക്കുന്നു എന്ന അങ്ങേയറ്റം നിരാശാജനകമായ അല്ലെങ്കിൽ ഒരു പക്ഷേ അതിലെ മൊത്തം താരങ്ങളെയും ആ രാജ്യത്തെയും ആകെ അലട്ടുന്ന ഒരു പ്രശ്നത്തിന്റെ മുന്നിലായിരുന്നു ആ രാജ്യവും ആ ടീമും ഉണ്ടായിരുന്നത്. അപ്പോൾ ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ കഴിഞ്ഞ ലോകകപ്പിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ലയണൽ മെസ്സിക്ക് എന്ത് വില കൊടുത്തും ആ ലോകകപ്പ് ആവശ്യമായിരുന്നു. അപ്പോൾ അയാൾ ഒരു നിർണായക സന്ധിയിൽ ഒരു മരണ പോരാട്ടത്തിനിറങ്ങുന്നു. അദ്ദേഹത്തിന് എന്തുവിധ പിന്തുണയും നൽകാൻ എന്ന് വെച്ചാൽ ലയണൽ മെസ്സിയേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ഒരു 10 അംഗ സംഘം അദ്ദേഹത്തിന്റെ കൂടെ എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വൈകാരികമായ ആവേശവും ആവശ്യവും ഒരു തരത്തിലുള്ള ഉത്തേജനം, ഒരു ഇന്റേണൽ ഉത്തേജനം എല്ലാ സമയവും ആ ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് സൗദിയോട് തോറ്റിട്ടും തിരിച്ചു വരാൻ കഴിഞ്ഞത്. ഫൈനലിൽ 3 ഗോൾ വഴങ്ങിയിട്ടും പിന്നീടും സാധാരണഗതിയിൽ ടൈബ്രേക്കറിൽ ഈ വലിയ തരത്തിലുള്ള പ്രഷറിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ തോറ്റുപോകുന്ന ഒരു ഭൂതകാലം അർജന്റീനയ്ക്കുണ്ട്. അതിൽ നിന്നൊക്കെ തിരിച്ചു വരാൻ ആ ടീമിന് പറ്റിയത് ഈ ഒരു തരത്തിലുള്ള വല്ലാത്ത ദാഹം ആ ടീമിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, 2026 വരുമ്പോൾ ഹരി അങ്ങനെ ഒരു ദാഹമില്ല, ഒരു റിലാക്സിങ് മൈൻഡോട് കൂടിയാണ്. അർജന്റീന കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ ഇത്രയും വലിയ റിലാക്സേഷൻ മൂഡിൽ താരങ്ങൾ കളിച്ചിട്ടില്ല. ഈ അണികൾ എന്ന് അതായത് ആരാധകർ കളി കണ്ടിട്ടുമില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ഇത്രയും റിലാക്സേഷൻ മൂഡോടുകൂടി ആ കളിക്കാർ കളിച്ചിട്ടില്ല, ഈ ആരാധകർ കളി കണ്ടിട്ടുമില്ല. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ മൂഡ് എനിക്ക് തോന്നുന്നു ഈ ടീമിന് ഏതെങ്കിലും അർത്ഥത്തിൽ വിനയാകുമോ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ലയണൽ മെസ്സിയെ കഴിഞ്ഞ 2022 ലോകകപ്പിൽ ഡിപ്പെൻഡ് ചെയ്തതുപോലെ സ്കലോണി ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം, ഒരു ഏറ്റവും ഒടുവിലായ റീസെന്റ് ഉണ്ടായ ഒരു ഇഞ്ചുറി അദ്ദേഹത്തിന്റെ ഫോമിന് മുകളിൽ ഒരു കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. അതുകൊണ്ട് ഒരു 90 മിനിറ്റൊക്കെ കളിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് മെസ്സി വരുമോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. അതാണ് ഒന്നാമത്തെ ആശങ്ക. രണ്ടാമത്തേത് ഡിമരിയ എന്ന താരത്തിന്റെ അഭാവം. ഡിമരിയ ഒരു അറ്റാക്കറാണ്, അയാളൊരു ഫിനിഷറാണ്, അയാളൊരു ഗംഭീര മിഡ്ഫീൽഡറാണ്, അയാളൊരു അസാമാന്യ മൈവഴക്കമുള്ള ഒരു വിങ്ങറാണ്. ഇതൊക്കെയുള്ള ലയണൽ മെസ്സിയുടെ കാലത്ത് മാത്രം ജനിച്ചതുകൊണ്ട് ഇതിഹാസമാകാതെ പോയ ഒരാളാണ് ഡിമരിയ. അപ്പോൾ ഡിമരിയ ലയണൽ മെസ്സിയുടെ മനസ്സറിയുന്ന, ലയണൽ മെസ്സിയുടെ ലയണൽ മെസ്സി പോലും ആലോചിക്കാതെ അദ്ദേഹത്തിന്റെ പദ്ധതികൾ അറിഞ്ഞ പദ്ധതികളിൽ ഭാഗവാക്കാകാൻ കെൽപ്പുള്ള ഒരു താരമായിരുന്നു ഡിമരിയ. അപ്പോൾ ഡിമരിയയുടെ റീപ്ലേസ്മെന്റ് വേണ്ട രീതിയിൽ ആ ടീമിൽ ഇല്ല. അതിനി ഭാവിയിൽ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. അതിപ്പോൾ ഈ നിക്കോപാസിനെ കൊണ്ടോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും താരങ്ങളെ കൊണ്ടോ അത് റീപ്ലേസ് ചെയ്യാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. അത് രണ്ടാമത്തെ ആശങ്ക. അതെങ്ങനെ സ്കലോണി പരിഹരിക്കും എന്നത് കണ്ടറിയണം. മറ്റൊന്ന് ഡിഫൻസാണ്. ഡിഫൻസിന്റെ കാര്യത്തിൽ ഒട്ടാമെൻഡി ഇപ്പോൾ ഭൂതകാലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും അർജന്റീനയുടെ ഏറ്റവും വലിയ ശാപം ഏത് സമയവും പൊട്ടിപ്പൊളിയാൻ സാധ്യതയുള്ള ഡിഫൻസ് ആയിരുന്നു. 2022 ലോകകപ്പ് നേടിയെങ്കിൽ കൂടിയും അതൊരു വളരെ സോളിഡായ ഡിഫൻസ് ആയിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ടാണ് സൗദിക്കെതിരെ തോറ്റത്. എന്തിനു പറയുന്നു, ഫൈനലിൽ 3 ഗോൾ വരെ വഴങ്ങിയത് ഡിഫൻസ് സോൾഡ് അല്ലാത്തതുകൊണ്ട്. പക്ഷേ ഒട്ടമൻഡി എന്ന താരത്തിന്റെ ഒരു സാന്നിധ്യം അതൊരു വല്ലാത്ത ധൈര്യം ആ ടീമിന് നൽകി. അയാളുടെ ഒരു തലപ്പൊക്കം, അയാളുടെ ലീഡറായിരുന്നു. ഇപ്പോൾ മുന്നിൽ നായകൻ ലയണൽ മെസ്സി ഉണ്ടെങ്കിൽ കൂടിയും പിന്നിൽ നായകൻ ഒട്ടാമൻഡി ആയിരുന്നു. അപ്പോൾ ഒട്ടാമൻഡിക്ക് പ്രായമായി, അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്, ഫോം ഔട്ട് സംഗതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യില്ല ഈ
ക്ഷമിക്കണം, ഈ ലോകകപ്പിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ അവിടെ റൊമേറോയുണ്ട്, ശരിയാണ്. റൊമേറോയും ലിച്ചയും ഒരു പക്ഷേ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ, പക്ഷേ ഈ രണ്ടുപേർക്കും ഏത് സമയവും പരിക്ക് പറ്റിയാൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ താരങ്ങൾ ആ ടീമിലില്ല. അതുകൊണ്ട് ഡിഫൻസിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ നിരാശയുണ്ട്. അപ്പോൾ ഇതാണ് 3 ആശങ്കകൾ. ഇനി ഇതിനെല്ലാം മറികടക്കാൻ കെൽപ്പുള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ലയണൽ സ്കലോണി എന്ന കോച്ചാണ്. ലയണൽ സ്കലോണി ശൂന്യതയിൽ നിന്ന് ഒരു ടീമിനെ വാർത്തെടുത്ത് അവർക്ക് കോപ്പയും ലോകകപ്പും സമ്മാനിച്ച ഒരു പക്ഷേ ലോക ഫുട്ബോളിൽ തന്നെ ഒരു വിസ്മയമായ പരിശീലകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പ്ലാനിങ്ങുകൾ ഉണ്ടാവും എന്നതാണ് ആരാധകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ. ആ പ്ലാനിങ് വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. പിന്നീട് രണ്ടാമത്തെ ലോകകപ്പാണ് പല താരങ്ങൾക്കും. ഇപ്പോൾ കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സിയോടൊപ്പം ആ കിരീടം നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഹൂലിയൻ അൽവാരസ് ആവട്ടെ, ഇനിയിപ്പോൾ മിഡിലേക്ക് വന്നാൽ മക്കാലിസ്റ്റർ ആവട്ടെ, ഡിപ്പോൾ ആവട്ടെ, എൻസോ ഫെർണാണ്ടസ് ആവട്ടെ, ഇവർക്കൊക്കെ രണ്ടാമത്തെ ലോകകപ്പ് മാത്രമാണ്. അവരൊക്കെ കന്നി ലോകകപ്പിൽ തന്നെ വിസ്മയം ഉണ്ടാക്കി അത്ഭുതം രചിച്ചുകൊണ്ട് ലോകകപ്പ് നേടിയ ആളുകളാണ്. അൽവാരസും എൻസോ ഫെർണാണ്ടസും ഒന്നും കഴിഞ്ഞ തവണ ഒരു യോഗ്യതാ റൗണ്ടിലെ മത്സരം പോലും കളിച്ചിട്ടില്ല, നേരെ ലോകകപ്പിൽ ഇങ്ങോട്ട് വന്നിറങ്ങിയായിരുന്നു. പക്ഷെ അവർ കുറെ കൂടി പക്വതയും പാകതയും കൈവരിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടക്കം വലിയ ക്ലബ് ടൂർണമെന്റുകൾ കളിച്ച് കുറെ കൂടി അനുഭവ സമ്പത്തോടുകൂടി വരുന്ന ലോകകപ്പാണ്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ആ മിഡ്ഫീൽഡും, ഞാൻ ഈ പറഞ്ഞ മിഡ്ഫീൽഡേയും സ്ട്രൈക്കർമാരുടെയും കാര്യത്തിൽ എനിക്ക് കുറെ കൂടി പ്രതീക്ഷയുണ്ട്. അപ്പോഴും പക്ഷേ ഈ റിലാക്സേഷൻ മൂഡ് ഒരു ചെറിയ ആശങ്കയുടെ ഒരു കരിനിഴലായി അവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.